ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് വേണേൽ കൊടുക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പായസം മോഡലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നും വിചാരിച്ചു എന്താണ് സ്നാക്സ് കൊടുത്തേക്കുക. നോക്കിയപ്പോൾ ഒരു ക്യാരറ്റ് കിട്ടി. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് കുറച്ച് നമ്മുടെ സേമിയ ഉണ്ടായിരുന്നു, അത് ഉപ്മാവ് സേമിയയാണ്, അതാണ് ഉണ്ടായിരുന്നത്. ശരി, അത് രണ്ടും വെച്ചിട്ട് നമുക്ക് നല്ലൊരു പായസം പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പായസം എന്ന് പറഞ്ഞാൽ നല്ല ലിക്വിഡ് ഫോമിലല്ല ഞാൻ ചെയ്ത്, കുറച്ചൊന്ന് കുറുക്കിയെടുത്തു. അതുകൊണ്ട് സ്നാക്സ് ടൈമിൽ ഇവർക്ക് സ്പൂൺ വെച്ച് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് എന്ത് സ്നാക്സ് കൊടുത്തു വിടും എന്ന് സങ്കടപ്പെടുന്ന അമ്മമാർക്കുള്ള ഒരു ചെറിയൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് എന്താണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു നല്ലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മുടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മുടെ ഈ സേമിയ, ഏത് സേമിയ പായസം ഉണ്ടാക്കുന്നതോ ഉപ്മാവാക്കണതോ ഏതാണെന്ന് വെച്ചാൽ ചെറിയ സേമിയ എടുത്തിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഞാനിതാ ഒരു ക്യാരറ്റ്, ഈ ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സേമിയ ഒരുവിധം ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സേമിയയിലോട്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റിന് ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ ക്യാരറ്റ് വേറെ വേവിച്ചിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സേമിയയിലേക്ക് നമ്മുടെ ക്യാരറ്റിന് ഇട്ട് കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടി കിടന്ന് അവിടെ കിടന്ന് വേവട്ടെ. ഈ നെയ്യിൽ തന്നെയാണ് ഞാനിതിനെ നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം, ക്യാരറ്റെല്ലാം വേഗം വേവുമല്ലോ, അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യാം, പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ, അപ്പോൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പാലിലൊക്കെ കിടന്ന് ഇത് നന്നായി ഒന്ന് വെന്ത് വരുവേ. അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കുക, മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അതല്ല എങ്കിൽ ഇങ്ങനെ പാലിൽ വേവിച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി മധുരത്തിനായിട്ട്. കുട്ടികൾക്ക് കുറച്ച് മധുരമൊക്കെ ആണെങ്കിലല്ലേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ക്യാരറ്റും നമ്മുടെ സേമിയൊക്കെ ഈ പാലിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നു. ഇതാ ഞാനപ്പം മിൽക്ക് മെയ്ഡ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള മിൽക്ക് മെയ്ഡ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ലിക്വിഡ് ഫോമിൽ വേണമെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കുക, ഇങ്ങനെ കുറുക്കാതിരുന്നാൽ മതി. അപ്പം ഞാൻ സ്നാക്സ് കൊടുത്തേക്കുമ്പോൾ ഇത് ലിക്വിഡ് ആയിട്ടുണ്ടെങ്കിൽ പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ സേമിയയും നമ്മുടെ ക്യാരറ്റും പാലും ഒക്കെ കൂടി നല്ല ഒരു ഫോമിലായിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തൊക്കെ വന്നു. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തു, നല്ലൊരു കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്യാരറ്റും പാലും കൂടി തന്നെ വേവുമ്പോൾ തന്നെ നല്ലൊരു യെല്ലോ കളറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ നല്ലൊരു വെജിറ്റബിളാണ്, കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അങ്ങ് മാറ്റി വയ്ക്കാം, അത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് നമ്മുടെ നെയ്യിൽ വറുത്ത ഉണക്കമുന്തിരിയും കാഷ്യൂവും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അത് സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ വെയിറ്റ് കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോഴും അമ്മമാർക്കൊക്കെ ടെൻഷനാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു പായസം പോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് കാലറി റിച്ച് ആണ്, അതുപോലെ നല്ലൊരു വെജിറ്റബിളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ ക്ഷീണിച്ച് വരുന്ന ടൈം ഉണ്ടാവുമല്ലോ, ഈവനിങ് ടൈമിൽ നമുക്ക് നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാം ഇത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യില്ലേ. ക്യാരറ്റ് കഴിക്കാത്തൊരു ഇതറിയാതെ അങ്ങ് കഴിച്ചു പോവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.